പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ ഏതാനും സമയത്തിനുള്ളിൽ ഉടുമ്പന്നൂരിലെത്തിച്ചേരുകയാണ്. ഇതിൽ പങ്കാളികളാകുവാൻ ഈ പ്രദേശത്തെ മുഴുവൻ പൊതുജനങ്ങളോടും സമ്മതിദായകരോടും ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പിണറായി വിജയൻ രാജ്യത്ത് CPM-ന് ഏറ്റവും കൂടുതൽ അണികളുള്ള സംസ്ഥാന ഘടകത്തിന്റെ അമരക്കാരൻ, ആ സ്ഥാനം ഏറ്റവും കൂടുതൽ കാലം വഹിച്ച വ്യക്തി. ഇത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് പിണറായി വിജയന്റെ അവസാന ടേമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തിരുന്ന് അദ്ദേഹം നേരിടുന്ന അവസാന പൊതു തെരഞ്ഞെടുപ്പും. ഇടുക്കിയിലെ വോട്ട് വഴികളിൽ വെച്ചാണ് പിണറായി വിജയനെ ഞങ്ങൾ കാണുന്നത്. ഇടുക്കി വഴി പിണറായി. മാർച്ച് 25-ന് ആറ്റിങ്ങലിൽ നിന്നാണ് പിണറായിയുടെ പ്രചാരണ യാത്ര ആരംഭിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ വഴി ഇടുക്കിയിലെത്തി. ഇവിടത്തെ പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. തൊടുപുഴയ്ക്ക് 15 കിലോമീറ്റർ അകലെ ഉടുമ്പന്നൂരിൽ ആദ്യ യോഗം. അവിടുന്ന് 40 കിലോമീറ്റർ സഞ്ചരിച്ച് ചെറുതോണിയിൽ ജില്ലാ കമ്മിറ്റി യോഗം. പിന്നെ 26 കിലോമീറ്റർ അപ്പുറത്തെ കട്ടപ്പനയ്ക്ക്. അവിടുന്ന് 45 കിലോമീറ്റർ പോയി ആനച്ചാലിൽ പിണറായിയുടെ ഇടുക്കി സന്ദർശനം അവസാനിക്കും. നേതാവിന് ഇടുക്കിയിൽ വഴിതെളിയിക്കേണ്ടത് ജില്ലാ സെക്രട്ടറി മണിയാശാന്റെ ചുമതലയാണ്. കാറിൽ ഞങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ആശാൻ വണ്ടി മാറി കയറി. ഇടുക്കിയിലെ കയറ്റിറക്കങ്ങളും വളവ് തിരിവുകളും നിറഞ്ഞ വഴികളെ നേരിടാൻ രാഷ്ട്രീയത്തിൽ ഇതിലും വലിയ പലതും കണ്ട നേതാവ് ഇറങ്ങി. നവകേരള മാർച്ചും കേരള രക്ഷാ മാർച്ചുമൊക്കെയായി യാത്രയും രാഷ്ട്രീയ പ്രവർത്തനമാക്കിയ പിണറായിക്ക് പലയിടം ചുറ്റിയുള്ള പ്രചാരണവും കാലങ്ങളായുള്ള ശീലം മാത്രം. പ്രചാരണം നടത്തുമ്പോഴേ ഈ ആൾക്കാരുടെ ഇതിലെന്തെങ്കിലും ഒരു വ്യത്യാസമൊക്കെ തോന്നിയിട്ടുണ്ടോ? ഈ കേരളത്തിന്റെ പല അതിപ്പോ അങ്ങനെ ഒരു പ്രത്യേകത തോന്നാനില്ല. ഇതിപ്പോ കുറെ കാലമായിട്ട് അനുഭവത്തിലുള്ളതാണല്ലോ. അപ്പോൾ ഓരോ പ്രദേശവും നമ്മുടെ ഒരു സ്വന്തം പ്രദേശം പോലെ തന്നെ തോന്നിയ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ രാഷ്ട്രീയം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരോ അങ്ങനെ? ഞാൻ അങ്ങനെ ഒരു വ്യത്യാസം കണ്ടിട്ടില്ല. കാരണം ഒന്നാമത് എൻ്റെ സംസാരം ഒരു പ്രത്യേക രീതിയിലുള്ളതാണല്ലോ. അത് എല്ലാവരും ഒരേ രീതിയിൽ കേൾക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എപ്പോഴെങ്കിലും ഈ സംഭാഷണത്തിലോ ശൈലിയിലോ വല്ല മാറ്റവും വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് പിണറായി വിജയന്റെ പിറന്നാൾ മാസം ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ. മാർച്ച് 21-ന് പ്രായം 70 കഴിഞ്ഞു. എങ്കിലും പ്രചാരണ വേദികളിൽ അദ്ദേഹത്തിന് ചെറുപ്പക്കാരെ തോൽപ്പിക്കുന്ന ചെറുപ്പമാണ്. അമിതാവേശങ്ങളില്ലാതെ പറയാനുള്ളത് അടുക്കി പറയലാണ് പ്രചാരണ വേദിയിലെ പിണറായി ചിട്ട. കോൺഗ്രസ് ആഗോളവൽക്കരണ നയം നടപ്പാക്കുന്നു. നവ ഉദാരവൽക്കരണ നയവും സ്വകാര്യവൽക്കരണവും ഒക്കെ അതിവേഗതയിൽ നടപ്പാക്കുന്നു. UPA സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ പറഞ്ഞ് തുടക്കം. അഴിമതി, വിലക്കയറ്റം, വർഗീയത, അങ്ങനെ ദേശീയ വിഷയങ്ങൾ വിവരിച്ച് നീങ്ങി. 10-ാം മിനിറ്റിൽ UPA മുന്നണിയെയും 20-ാം മിനിറ്റിൽ NDA മുന്നണിയെയും അപ്രസക്തരെന്ന് വിധിച്ചു. പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുക? ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികൾ കൂടിയുള്ള ഒരു ബദൽ നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടുകയാണ്. ഇതാണ് തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കാൻ പോകുന്നത്. ഒരു റെഡ് വാളണ്ടിയർ മാർച്ചിന്റെ ചിട്ട പോലെ വാചകങ്ങൾ അണിയണിയായി വന്നു. പ്രകോപനങ്ങളില്ല, മസാലകളില്ല. കയ്യടിക്ക് പ്രേരണ നൽകാനുള്ള ഡയലോഗുകളുമില്ല. പ്രചാരണ വേദിയിൽ നീട്ടലും കുറുക്കലും പിണറായി വിജയന് പണ്ടേ ഇഷ്ടമല്ല. 25-ാം മിനിറ്റിൽ പ്രസംഗം കേരള വിഷയങ്ങളിലെത്തി. ഉമ്മൻചാണ്ടി സർക്കാരിനെ വിമർശിക്കുന്നതിൽ പിശുക്കൊന്നുമില്ല. പിന്നെ ഇടുക്കിയിലെ തുറുപ്പ് കസ്തൂരി രംഗൻ ചീട്ടിറക്കി. ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നേരിന്റെ അംശമുണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രകടന പത്രിക പുറത്തിറങ്ങിയല്ലോ. ആ പ്രകടന പത്രികയിൽ പറയണ്ടേ, കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വരുന്ന ഗവൺമെന്റ് വരില്ല എന്നുള്ള കാര്യം ഉറപ്പ്. എന്നാൽ പ്രകടന പത്രിക ഇറക്കുമ്പോൾ പറയണ്ടേ ഞങ്ങൾ ഇന്ന കാര്യമാണ് ചെയ്യുക എന്ന് പറയണ്ടേ. ഉമ്മൻചാണ്ടി പറഞ്ഞ
പ്രവചിക്കപ്പെട്ട പരിണാമങ്ങളുടെ സംസാരം തുടർന്നു. അതേപടി പകർത്തിയാൽ പാർട്ടി പത്രത്തിൽ വലിയ എഡിറ്റിംഗ് ഇല്ലാതെ ലേഖനമാക്കാം. പ്രസംഗം ഹാഫ് ടൈം പിന്നിട്ടപ്പോഴാണ് സദസ്യർക്ക് കൈയടിക്കാൻ ആദ്യമായി ഒരു അവസരം കിട്ടിയത്. കേരള സംസ്ഥാനത്തിൽ നിന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭയിലേക്ക് പോവുക എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇതാണ് അവസ്ഥ ഇന്ന് കേരളത്തിൽ. ഒടുവിൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഓർമ്മപ്പെടുത്തി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒരപരനല്ല, രണ്ടപരൻ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ജോയ്സ് ജോർജ് എന്ന 2 പേരുകാര് ഇതോടൊപ്പം ലിസ്റ്റിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോ കൃത്യമായി അടയാളവും എല്ലാവരുടെയും മനസ്സിൽ പതിയത്തക്ക രീതിയിൽ ഉള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം. 45-ാം മിനിറ്റിൽ അഭിവാദ്യം പറഞ്ഞ് നടന്നിറങ്ങി. അപ്പോഴേക്കും സലീം രാജ് കേസിൽ ഹൈക്കോടതി വിധി വന്നിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങളുടെ വിശദാംശങ്ങൾ നേതാവിന് കിട്ടിയിരുന്നില്ല. എങ്കിലും ചാനലുകളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ കൂട്ടിച്ചേർക്കാൻ ഒരു ഇടക്കാല പ്രതികരണം. മുഖ്യമന്ത്രി നേരത്തെ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല. ഏതു തരത്തിൽ നാണം കെട്ടും തൻ്റെ അധികാര കസേര സംരക്ഷിക്കുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും സദ്ബുദ്ധി തോന്നി കസേരയിൽ നിന്ന് ഇറങ്ങുന്നതാണ് നല്ലത്. ഈ പ്രചാരണ യാത്രകൾ നടത്തിക്കൊണ്ട് വിഷയങ്ങൾ മുന്നിൽ വയ്ക്കുമ്പോൾ ഇപ്പോൾ ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ അതിന് അനുകൂലമായി പ്രതികരിക്കുന്ന അവസ്ഥയാണ് എല്ലായിടങ്ങളിലും കാണുന്നത്. അത് പൊതുവിൽ തന്നെ ക്യാമ്പയിനുകളിൽ കാണുന്നൊരു പ്രത്യേകതയാണ്. അതത് പ്രദേശത്തെ ജനങ്ങൾക്ക് ഉള്ള അനുഭവങ്ങൾ പറയുമ്പോൾ ഞങ്ങളെയും കാര്യമാണല്ലോ പറയുന്നത് എന്ന ഒരു തോന്നൽ സ്വാഭാവികമായിട്ടുണ്ടാകും. തിരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കിപ്പോൾ EMSനെ പോലെ വളരെ മാറ്റർ ഓഫ് ഫാക്ട് സംസാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നയനാരെ പോലെ ആൾക്കാരോട്ട് കണക്ട് ചെയ്ത് നർമ്മമൊക്കെ ചേർത്ത് പറയുന്നവർ, അങ്ങനെ പലരും ഉണ്ടായിരുന്നില്ല. അതിൽ ഈ പേഴ്സണലായിട്ടൊരു ഇഷ്ടം ഏതുതരം ശൈലിയോടാണ്? അല്ല, അത് ഓരോരുത്തരുടെ രീതിയൊക്കെ അനുസരിച്ചിട്ട് അവരവർ കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നുള്ളതേ കാണുന്നുള്ളൂ. അതിന് പ്രത്യേകമായി അങ്ങനെ ഒരു രീതി ഉണ്ടാക്കുന്നതാണെന്ന് പറയേണ്ടതായിട്ടില്ല. ഓരോ ആൾക്കും ഓരോ തരത്തിലുള്ള സ്റ്റൈലുണ്ടാവും. ആ സംസാരത്തിൻ്റെ രീതിക്ക് അങ്ങനെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് കണ്ടാവും. പക്ഷേ പിണറായി വിജയൻ ഈ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാനോ അതിലൊക്കെ ഒരു വലിയൊരു മടിയുണ്ടോ? അങ്ങനെ അല്ല, അത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നതാണ് രാഷ്ട്രീയത്തിൽ. അതുകൊണ്ടൊരു ഗുണമില്ല. രാഷ്ട്രീയത്തിൽ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ സംസാരം കേൾക്കുന്നത് ആരാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന ആളുടെ പാർട്ടി അണികൾ മാത്രമല്ല, മറ്റുള്ളവരും കേൾക്കുന്നുണ്ട്. ആ ആളുകളിൽ എന്തെങ്കിലും ആലോചനക്ക് ഇടയാക്കാൻ കഴിയുന്നതായിരിക്കണം സംസാരം. അങ്ങനെയുള്ള ഒരു നില വേണമെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഉന്നയിച്ചാലുണ്ടാവില്ല. അത് ശരിയുമല്ല. അത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഇത്തരമൊരു സംസ്കാരം അത് വളർത്തിയതും കോൺഗ്രസ് ആണെന്നാണ് ഞാൻ പറയുക. അങ്ങനെയൊരു രീതി നേരത്തെ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അതിന് പ്രതികരണങ്ങളും വന്നിട്ടുണ്ടാവും. അതാണ് ഉണ്ടാകുന്നത്. പക്ഷേ അടുത്ത കാലത്ത് അങ്ങനെ സംസാരത്തിൻ്റെ പേരിൽ ഒരുപാട് ചീത്തപ്പേര് കേട്ടത് സ്വന്തം പാർട്ടിയിലുള്ളവരാണ്. ഇപ്പം മണിയാശാനായിരുന്നാലും അല്ലെങ്കിൽ ജി സുധാകരൻ ഒരു കാലത്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുനന്ദ പുഷ്കറെ പറ്റിയൊക്കെ പറഞ്ഞതിന് വിജയകുമാറിനെതിരെ വലിയ വിമർശനം അങ്ങനെ ഉണ്ടായിരുന്നു. അല്ല, അതൊന്നും വ്യക്തിപരമായ ആക്ഷേപമായിട്ട് കാണാൻ കഴിയുന്നില്ലല്ലോ. അത് പിന്നെ ഇപ്പോൾ വിജയകുമാർ സംസാരിച്ചത് ഒരു വ്യക്തിപരമായ ആക്ഷേപമായിട്ട് എങ്ങനെയാണ് കാണുക? എന്നാൽ ഞങ്ങളത് പൊതുവിൽ ഉന്നയിക്കുന്നില്ല. അത് ഞങ്ങൾ കാണിക്കുന്നൊരു മാന്യത എന്ന് മാത്രം ഉണ്ടാവുക. ഈ കേരളത്തിലെ വോട്ട് പിടുത്ത ശേഷിയുള്ള നേതാക്കളിൽ പ്രമുഖനായിട്ടാണ് VSനെ പല തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ ഇലക്ഷനിൽ അത്തരമൊരു VS ഫാക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക? അതൊക്കെ നമ്മുടെ നാട്ടിലെ ഈ ചില മാധ്യമങ്ങളുടെ ഒരു ബോധപൂർവമുള്ള പ്രചരണത്തിൻ്റെ ഭാഗം മാത്രമാണ്. വോട്ട് വരുന്നത് നയങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിൽ പാർട്ടി തീർച്ചയായും
മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന നിലപാടുകളുണ്ട്. ആ നിലപാടുകളാണ് ജനങ്ങളെ സ്വാഭാവികമായിട്ടും ആകർഷിക്കുക. ആ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ വ്യക്തികൾ എന്ന നിലക്ക് ഓരോരുത്തരും വഹിക്കുന്ന പങ്കുണ്ടാവും. അതെല്ലാം കൂടിച്ചേർന്നതാണ് വോട്ട് എന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമായി എന്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാനാവില്ല. ആ യാത്ര എത്തിയത് ഇവിടെയാണ്, ചെറുതോണിയിലെ പാർട്ടി ഓഫീസിൽ. പിണറായി വിജയൻ എവിടെയാണോ അവിടെയാണ് CPM-ന്റെ വാർ റൂം, യുദ്ധമുറി. അടവുകളും തന്ത്രങ്ങളും സംബന്ധിച്ച് ഒരു ചർച്ച. ജില്ലയിലെ നേതാക്കളെല്ലാം യോഗത്തിലുണ്ട്. വോട്ട് കണക്കുകളുടെ കാണാപാഠങ്ങളുമായി ജില്ലാ സെക്രട്ടറി MM മണിയും LDF കൺവീനർ വൈക്കം വിശ്വനും ചർച്ചകൾക്കുണ്ടായിരുന്നു. അപ്പോഴേക്കും ഹൈക്കോടതി വിധിയുടെ കൂടുതൽ വിവരങ്ങൾ കിട്ടി. ഒരു മുഴുനീള വാർത്താ സമ്മേളനത്തിനുള്ള ആയുധങ്ങളായി. കോടതി വിധി ഉദ്ധരിച്ച് പിണറായി തന്റെ വിധി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കള്ളന്മാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന പെരുങ്കള്ളനായി മാറിയിരിക്കുന്നു എന്ന് ഭംഗ്യന്തരേണ കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നതാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ വീണ് കിട്ടിയ വടിയായി കോടതി വിധി. എങ്കിലും അമിതമായ ആഹ്ലാദങ്ങളില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ പിണറായി വിജയൻ പതിവ് പോലെ സംശയാലുവായി. ഇത് ഈ CBI അന്വേഷണത്തോട് ഇപ്പം വല്ലാത്ത വിപ്രതിപത്തിയായോ? നേരത്തെ വല്ലാതെ അതിനെ അനുകൂലിച്ച് നടക്കുന്നുണ്ടല്ലോ. അല്ല, നിങ്ങൾക്ക് വലിയ അനുകൂലം കണ്ടിരുന്നല്ലോ നേരത്തെ. അഞ്ചു പതിറ്റാണ്ട് പിന്നിട്ട പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവബഹുലമാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അധ്യായങ്ങൾ. നിയമസഭയിലേക്ക് മത്സരിച്ച 4 തിരഞ്ഞെടുപ്പുകളിലും ജയിച്ച പിണറായി ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്. 1964 വിദ്യാർത്ഥി സംഘടനാ തിരഞ്ഞെടുപ്പായിരുന്നു. ഇന്നത്തെ SFI അന്ന് KSF ആയിരുന്നു. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബ്രണ്ണൻ കോളേജ് വിദ്യാർത്ഥി വിജയനെ തോൽപ്പിച്ചത് പിന്നീട് നക്സൽ നേതാവായ ഫിലിപ്പം പ്രസാദ്. വിജയൻ പിന്നെ KSF-ന്റെ സെക്രട്ടറിയും പ്രസിഡന്റുമായി വിജയിച്ചു കയറി. 26-ാം വയസ്സിലായിരുന്നു ആദ്യമായി ജനവിധി തേടിയത്. അന്ന് 1970-ൽ കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചു. 77-ൽ വിജയം ആവർത്തിച്ചു. 91-ൽ ഹാട്രിക് തികച്ചു. 96-ൽ മണ്ഡലം പയ്യന്നൂരിലേക്ക് മാറി. ഇത്തവണ EK നായനാർ മന്ത്രിസഭയിൽ 2 കൊല്ലത്തേക്ക് സഹകരണ ഊർജ മന്ത്രിയുമായി. 4 തവണ നിയമസഭ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഒരു ചരിത്രമുണ്ട്. ഈ ലോക്സഭയിലേക്ക് ഉള്ളൊരു മത്സരം ഒരിക്കലും വന്നിരുന്നില്ല ആലോചനയിലൊന്നും. അത് ശരി. അതൊന്നും വ്യക്തിപരമായി തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ആള് മത്സരിക്കണോ മത്സരിക്കണ്ടേ, മത്സരിക്കുന്നത് ആരൊക്കെ മത്സരിക്കണം എന്നൊക്കെ ഓരോ വ്യക്തിയായിട്ട് തീരുമാനിക്കുകയല്ല. അത് പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഓരോ ഘട്ടത്തിൽ ഓരോ ആൾ മത്സരിക്കുന്ന നിലവിൽ അതാണ് അതിൽ കാണേണ്ടത്. പിണറായി വിജയനെ എന്തുകൊണ്ടായിരിക്കും ലോക്സഭയിലേക്ക് പാർട്ടി ആലോചിക്കാത്തത്? ലോക്സഭയിലേക്ക് ആലോചിക്കാതിരുന്നത് എന്തെങ്കിലും ഒരു വീഴ്ചയായി പോയി എന്ന അഭിപ്രായം എനിക്ക് ഏതായാലും ഇല്ല, നമ്മുടെ നാട്ടുകാർക്കും ഇല്ല. 98 സെപ്റ്റംബറിൽ 12-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് പിണറായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകുന്നത്. ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന്. സെക്രട്ടറിയായി തൊട്ടടുത്ത കൊല്ലം 1999-ൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ CPM 8 സീറ്റ് നേടി, ഇടതുമുന്നണി 9 സീറ്റും. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM 13 സീറ്റ് നേടി, ഇടതുമുന്നണി അന്ന് 18 സീറ്റ് നേടി. 2009-ൽ CPM-ന്റെ സീറ്റ് എണ്ണം 4-ൽ ഒതുങ്ങി. ഇടതുമുന്നണിക്കും അത്രമാത്രം. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കവേ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2 തോൽവിയും 1 ജയവും നേടി. എന്നാൽ പാർട്ടിയുടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയം വിജയന് തന്നെയായിരുന്നു. കണ്ണൂർ, മലപ്പുറം, കോട്ടയം, തിരുവനന്തപുരം സമ്മേളനങ്ങളിൽ തുടർച്ചയായ വിജയങ്ങൾ. സെക്രട്ടറി സ്ഥാനത്തെ തിരക്കുകളും ലാവ്ലിൻ കേസിനെ തുടർന്നെടുത്ത തീരുമാനവും പാർലമെന്ററി മത്സരങ്ങളിൽ നിന്ന് സഖാവിനെ മാറ്റി നിർത്തി. കഴിഞ്ഞ 18 വർഷമായി പ്രചാരകന്റെ വേഷത്തിലാണ് തിരഞ്ഞെടുപ്പിലെ ഇടപെടലുകൾ. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോഴും അല്ലാതെ ഈ പ്രചാരകനായിട്ട് പോകുമ്പോഴും ഉള്ളൊരു വ്യത്യാസം എന്താണ്? എനിക്ക് പ്രത്യേക വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല.
സാധാരണ നിലക്ക് നേരത്തെ സ്ഥാനാർത്ഥിയായ ഘട്ടങ്ങളിലെല്ലാം ആ നേരത്തെയുള്ള നില തന്നെയാണ് സ്വീകരിച്ചു പോയിട്ടുള്ളത്. കാരണം ഈ അറിയാത്ത ആരുടെയും മുന്നിലേക്ക് ഞാൻ ചെന്നിട്ടില്ല. സാധാരണ എന്നെ അറിയാവുന്ന നാട്ടുകാരുടെ മുന്നിലേക്ക് തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ടും ഞാൻ ചെന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ഭാവഹാവാദികളൊന്നും ആവശ്യമില്ല. സ്ഥാനാർത്ഥിയായിട്ട് കൂടുതൽ ചിരിക്കേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചിരിക്കേണ്ട ആവശ്യം വരുമ്പം ചിരിക്കാന്നല്ലാതെ സ്ഥിരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ആ തരത്തിലെ ആളുകൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ പാർട്ടിയെ ഇലക്ഷനിൽ നയിക്കുന്ന അവസാനത്തെ ഇലക്ഷനാണിത്, പൊതു തെരഞ്ഞെടുപ്പാണിത്. അപ്പം അങ്ങനെ അതിനെ കാണുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിൽ പാർട്ടിയായിട്ട് തന്നെ നേതൃത്വം കൊടുക്കുക. അതിൽ ഓരോ ആളെയും ഞങ്ങൾ ചുമതലപ്പെടുത്തും. ആ ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള ചുമതലകൾ ഓരോരുത്തരായിട്ട് നിർവഹിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതിന് മറ്റു പ്രത്യേകതകൾ ഞാൻ കാണുന്നില്ല. ഈ അല്ലാത്തൊരു നിരീക്ഷണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം അന്ന് ഇസ്രയേൽ മിസൈൽ പ്രശ്നമൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് മറുപക്ഷത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയൊക്കെ തന്നെ ചോദിക്കും, ഇതാരാ ഉന്നയിക്കുന്നത്, ലാവ്ലിൻ കേസിലെ പ്രതിയല്ലേ എന്ന്. ഇപ്പോൾ ഈ ലാവ്ലിൻ കേസിൻ്റെ ഒരു കരിനിഴൽ മാറിയതിന് ശേഷമുള്ള ഒരു ഇലക്ഷനാണ്. അപ്പോൾ അതൊരു പുതിയ ആത്മവിശ്വാസം തരുന്നുണ്ട്. ലാവ്ലിനൊന്നും ഒരു കാലത്തും ജനങ്ങൾ സ്വീകരിച്ച ഒരു പ്രശ്നമായിരുന്നില്ല. അത് രാഷ്ട്രീയമായി ഉയർത്തുന്ന കാര്യമാണെന്ന് അന്നേ ജനങ്ങൾക്ക് ബോധ്യമുള്ളതായിരുന്നു. അതൊക്കെ ഇപ്പോൾ ചീറ്റിപ്പോയ അവസ്ഥ നിലനിൽക്കുകയാണ്. അതിൻ്റെതായ ഒരു വിഷമം അവർക്കുണ്ടാവും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പിണറായി വിജയൻ വോട്ട് ചോദിക്കുന്ന 4ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത്. 2009 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ സംഘർഷങ്ങൾ കുറവാണ് ഈ തെരഞ്ഞെടുപ്പിൽ, പിണറായി വിജയന് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും. 2009 ചെറിയ വെല്ലുവിളികളായിരുന്നില്ല പിണറായിക്ക് നേരിടാനുണ്ടായിരുന്നത്. സീറ്റ് ചർച്ചയിലുടക്കി CPI മുന്നണി വിടും എന്നുവരെ ഭീഷണി മുഴക്കി. പൊന്നാനി സീറ്റായിരുന്നു തർക്കങ്ങളുടെ കേന്ദ്രബിന്ദു. എല്ലാ പാർട്ടികളുടെയും സീറ്റ് പിടിക്കുക. ഇനിയിപ്പോൾ ഞങ്ങളുടെ സീറ്റേ പിടിക്കാനുള്ളൂ. അത് പിടിക്കാതിരുങ്ങിയാൽ ഞങ്ങളും അവരും രണ്ട് വഴിക്കുകയാണ്. ആ കച്ചവടം വ്യാപാരം ഞങ്ങളോട് നടക്കുകയില്ല. വീരേന്ദ്രകുമാർ വിഭാഗം മുന്നണി വിട്ടുപോയി. CPM തങ്ങളെ ചവിട്ടി പുറത്താക്കിയെന്ന് ആരോപിച്ചു. കുറ്റം പിണറായി വിജയനായിരുന്നു. മുന്നണിയിൽ ഞങ്ങളെ ചവിട്ടി ഇറക്കി കഴിഞ്ഞല്ലോ, പിന്നെ ഉണ്ടോ എന്ന് ഞങ്ങളോട് തന്നെ ചോദിക്കുന്നത്. പൊന്നാനിയിൽ PDP ചെയർമാൻ മദനിമൊത്ത് പിണറായി വേദി പങ്കിട്ടത് വലിയ വിവാദമായി. താൽക്കാലിക വിജയത്തിനായി വർഗീയതയെ കൂട്ടുപിടിച്ചെന്ന് ആരോപണമായി. ഒരു തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു പാർട്ടിയോ മുന്നണിയോ അല്ല. സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ വേറെയുമുണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കത്തി നിൽക്കുന്ന സമയവുമായിരുന്നു. CPM റെക്കോർഡ് നേട്ടം കൈവരിച്ച 2004 തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു CPMന്റെ ചരിത്രത്തിലെ നിർണായകമായ മലപ്പുറം സമ്മേളനം. മലപ്പുറത്തിനു ശേഷം മുമ്പില്ലാത്ത വിധം വിഭാഗീയത മോശമായി വന്നു. 2008 കോട്ടയം സമ്മേളനത്തിനും എല്ലാം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. VS പിണറായിയും ഒളിഞ്ഞും തെളിഞ്ഞും അമ്പെയ്ത് കളിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കേസ് കാര്യമായിട്ടുള്ള ഒന്നുമില്ലെന്നാണ്. അപ്പോൾ കേസിൽ പ്രതികളായിരിക്കുന്ന ആളുകൾ കരുണാകരനായാലും ശരി, ബാലകൃഷ്ണപിള്ളയായാലും ശരി, അതിലെ പ്രതികളായിട്ടുള്ള ആളുകളുടെ എല്ലാം തന്നെ അഭിപ്രായം ഞങ്ങൾ നിഷ്കളങ്കരാണെന്നാണ്. വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരയാകാൻ പറ്റൂ. 2009 പോളിംഗ് ദിവസം മനസാക്ഷി വോട്ട് ചെയ്യാൻ VS ആഹ്വാനം നൽകുന്നിടം വരെ എത്തി കാര്യങ്ങൾ. വോട്ടർമാർ അവരുടെ ഔചിത്യമനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന പാർട്ടികളുടെ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യും. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നണി വിജയം നേടുമെന്ന് അന്ന് പിണറായി വിജയൻ വിശ്വസിച്ചു, അല്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴത്തെ പ്രവചന വിദഗ്ധർ പ്രവചിച്ച സീറ്റൊന്നും ആയിരിക്കില്ല. അവരെല്ലാം കണ്ണ് തള്ളിപ്പോകുന്ന സീറ്റുകളായിരിക്കും നേടുന്നത്. തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും പിണറായിയിൽ വച്ച് കെട്ടാൻ പാർട്ടിയിലെയും പുറത്തെയും ശത്രുക്കൾ ശ്രമിച്ചു. VSന് ഫലം വന്ന ദിവസം ചിരിയടക്കാൻ കഴിഞ്ഞില്ല. സ്നേഹവാത്സല്യത്തോടു കൂടിയിട്ട് കരുണാകരനോട് ഇതേപോലെ തന്നെ KP രാജേന്ദ്രനൊന്ന് ചോദിക്കുകയുള്ളൂ. ഇപ്പൊ കേസാ. നിങ്ങളുടെ ആളുകളുടെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ്, എങ്ങനെയാണെന്ന് വല്ല ലക്കോട്ട് ചോദിക്കുന്നതൊക്കെയാണ്.
VS അച്യുതാനന്ദൻ ഏറ്റവും ഒടുവിലെടുത്തിരിക്കുന്ന നിലപാട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പാർട്ടി ലൈൻ തന്നെയാണ് തൻ്റെ ലൈൻ എന്ന് പറഞ്ഞ് വരികയുണ്ടായി. അപ്പോൾ അതിങ്ങനെ ഇലക്ഷനിൽ ബാധിക്കുമെന്നത് സംബന്ധിച്ച് പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പാർട്ടിക്ക് അനുകൂലമായിട്ട് വരുമെന്ന് പറയുന്നവരുണ്ട്, അതല്ല എതിരായിട്ട് വരുമെന്ന് പറയുന്നവരുമുണ്ട്. CPIM-നെ ഏത് വിധേനയും എതിർക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ള ഒരു സംഘമുണ്ട്. ആ സംഘം തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം ഉയർന്നു വന്നിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യം ഉയർന്നു വന്നപ്പോൾ CPIM-നെയും CPIM-ൻ്റെ പ്രതീകമായി ഇട്ടുകൊണ്ട് VS-നെയും ആക്രമിക്കുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. VS-നെതിരെ വ്യക്തിപരം എന്ന് തോന്നാവുന്ന ഇപ്പോഴത്തെ ആക്രമണങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് പാർട്ടിയാണ്. അപ്പോൾ പാർട്ടിയെയും പാർട്ടിയുടെ പ്രതീകമായി VS-നെയും ഇട്ടുകൊണ്ടുള്ള ആക്രമണമാണ് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. അത് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ക്ഷീണമുണ്ടാക്കുന്നൊരു കാര്യമല്ല, VS-ന് വ്യക്തിപരമായിട്ടും ക്ഷീണമുണ്ടാക്കുന്ന കാര്യമല്ല. കാരണം ഇത്തരത്തിലുള്ള എത്രയോ ആക്രമണങ്ങൾ നേരിട്ട് അതിനെയെല്ലാം അതിജീവിച്ച് ഇന്നത്തെ നിലയിൽ എത്തിയിട്ടുള്ള ആളാണ് സഖാവ് VS. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇടതു മുന്നണിക്കൊരു എതിരാളിയായിട്ട് ഉണ്ടായിരുന്നില്ല VM സുധീരൻ. ഇപ്പോൾ അദ്ദേഹം KPCC അധ്യക്ഷൻ എന്ന രീതിയിൽ നേർക്കുനേർ നിൽക്കുകയാണ്. ഒരുപാട് ആക്രമണങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ ഒരു ആക്രമണം അദ്ദേഹം അഴിച്ചുവിടുകയുണ്ടായി. ഈ ഫുട്ബോളിലൊക്കെ പറയുന്ന പോലെ ഈ മാർക്ക് ചെയ്യാതെ വിട്ടിരുന്ന ഒരു കളിക്കാരൻ ഫോർവേഡായിട്ട് വന്നതിൻ്റെ ഒരു ഇത് പ്രശ്നമുണ്ടോ നേരിടുന്നത്? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് ആര് വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. ഉദാഹരണം നോക്കിയാൽ സുധീരൻ CBI അന്വേഷണം ഹൈക്കോടതി സെലിൻ രാജിൻ്റെ കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ സ്വാഗതം ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് അതീവ ഗൗരവമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം സുധീറിന് ഉന്നയിക്കാനാവുന്നില്ല. സുധീറിന് ഇത്തരം നിലപാടുകളിലെല്ലാം കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു നേരത്തെ സംസാരിച്ചതുപോലെ സംസാരിക്കാൻ കഴിയുന്ന നിലയല്ല വരിക. അപ്പോൾ സംഭവിക്കുന്നത് കോൺഗ്രസ്സിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയല്ല. സുധീരൻ നേരത്തെ പുറത്തു പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ പറയാൻ കഴിയാതെ അതിന് മറ്റുള്ള കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന സുധീറിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. 3-4 യോഗങ്ങളിൽ മാത്രമേ പിണറായി വിജയൻ ഇപ്പോൾ ഒരു ദിവസം പ്രസംഗിക്കുന്നുള്ളൂ. അല്ലാതെയും ചെയ്തു തീർക്കാൻ ജോലി ഏറെയുണ്ട്. അടുത്ത സമ്മേളന സ്ഥലത്തെത്താൻ നേരമായി. അണികൾ കാത്തുനിൽപ്പുണ്ടാകും. അവിടെയും സംസാരിച്ച് അടുത്ത ലക്ഷ്യത്തിലേക്ക്. നേതാവിന്റെ വഴി അങ്ങനെ നീളുന്നു, വിശ്രമമില്ലാതെ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നായകൻ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ സഖാവ് പിണറായി വിജയൻ ഇതാ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.